എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് വിവേകാനന്ദനെ കുറിച്ചാണ്. ഭാരതാംബയെ സ്വജീവനേക്കാൾ ഉപരി സ്നേഹിച്ച തികഞ്ഞ വ്യക്തിത്വ പ്രഭാവമാണ് നമുക്ക് സ്വാമി വിവേകാനന്ദനിൽ ദർശിക്കുവാൻ സാധിക്കുന്നത്. സ്വന്തം രാജ്യത്തെ സ്വന്തം മാതാവിനെ പോലെ സ്നേഹിക്കുകയും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു നോട്ടം കൊണ്ടുപോലുമോ ഭാരതാംബയെ നോവിക്കുവാനോ നോവിക്കുന്നത് കാണുവാനോ ഇഷ്ടപ്പെടാത്ത ഒരു ബഹുമുഖ പ്രതിഭ, അതാണ് സ്വാമി വിവേകാനന്ദൻ. ഇന്ത്യൻ യുവാക്കളുടെ ഓജസ്സും തേജസ്സുമായി വിളങ്ങി നിൽക്കുന്ന ഒരു അസാമാന്യ വ്യക്തിത്വം. പൈതൃക സംസ്കാരത്തിൻ്റെ സവിശേഷതകൾ അടുത്തറിഞ്ഞ് അതിനെ താലോലിച്ച് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യ മനസ്സുകളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് ആധ്യാത്മിക ബോധത്തെ വളർത്തി ലോകമെമ്പാടും ഭാരതീയ സംസ്കാരത്തിൻ്റെ പ്രോജ്വല ദീപം തെളിയിക്കുവാൻ ഉദാത്തമായ സംഭാവനകൾ ചെയ്ത അപൂർവ വ്യക്തിത്വത്തിനുടമയാണ് അദ്ദേഹം. ഇന്ത്യൻ നവോത്ഥാന ചിന്തകൾ ആബാലവൃദ്ധം ജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കുവാൻ മുൻകൈയെടുത്ത വ്യക്തി. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് തന്നെ സ്വാമി വിവേകാനന്ദനെ വിശേഷിപ്പിക്കാവുന്നതാണ്. തൻ്റെ നവോത്ഥാന ജൈത്രയാത്രയ്ക്ക് 19-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിലാണ് അദ്ദേഹം നാന്ദി കുറിച്ചത്. ആ യാത്ര വിജയരഥത്തിലേറിയത് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലായിരുന്നു. ഒരു കൊളോണിയൽ സമൂഹത്തിൽ ആദ്യമായി പരിവർത്തനത്തിൻ്റെയും ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെയും ചിന്തകൾ വിതച്ചത് രാജാ റാം മോഹൻ റോയിയും അദ്ദേഹം സ്ഥാപിച്ച ബ്രഹ്മസമാജവുമായിരുന്നു. ബംഗാളിൽ ഉദയം കൊണ്ട ഇതിൻ്റെ ശിഖ സമൂഹത്തിലാകമാനം പടർന്ന് മേൽത്തട്ടെന്നോ കീഴ്ത്തട്ടെന്നോ വ്യത്യാസമില്ലാതെ മൊത്തം ലോകരിലേക്കും അത് വ്യാപിച്ചു. ആ വളർച്ചയായിരുന്നു ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വിവിധ കൈവഴികളിലൂടെ കടന്നുപോയത്. ഈ നവോത്ഥാനവാദികളിൽ ഒട്ടനവധി മിതവാദികളും തീവ്രവാദികളും ഉണ്ടായിരുന്നു. ഇതിൻ്റെ ആണിക്കല്ല് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തിപ്രതിഭയായിരുന്നു സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ നവോത്ഥാനവാദികളും ദേശീയവാദികളുമായിരുന്നു. നവോത്ഥാനത്തിലൂടെ ഭാരതത്തിൻ്റെ ഉയർച്ചയായിരുന്നു അവരുടെ ലക്ഷ്യം. അവർ ഒരു മതത്തെയും മതസ്ഥരെയും നിന്ദിച്ചിരുന്നില്ല. എല്ലാത്തിൻ്റെയും നല്ല വശങ്ങളെ സ്വാംശീകരിച്ചിരുന്നു. സാർവലൗകികമായ സമർപ്പണബോധവും ആത്മബോധവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരിഷ്കരണത്തിൻ്റെ കർമ്മപഥം ശക്തമാക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ചിക്കാഗോയിലെ സർവമത സമ്മേളനത്തിലെ പ്രസംഗം സാർവലൗകികത തെളിയിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു. 1893 സെപ്റ്റംബർ 11 ഇന്ത്യൻ ചരിത്രത്തിൻ്റെ പൊൻതൂവലിന് മാറ്റുകൂട്ടിയ ആ പ്രസംഗം നടന്നത്. അന്നേ വരെ ലോകം കണ്ടതിൽ വച്ച് ഏറ്റവും മഹത്തരമായ പ്രസംഗം. സഹോദരീ സഹോദരന്മാരെ എന്ന ആ അഭിസംബോധന. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ എല്ലാവരിലും നമുക്ക് നമ്മെ ദർശിക്കുവാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ അഹിംസയും സാഹോദര്യവും നിലനിർത്തുവാൻ സാധിക്കുകയുള്ളൂ എന്ന ആധ്യാത്മിക ചിന്താഗതിക്ക് ഉത്തമ ഉദാഹരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രീത്വം തുളുമ്പുന്ന ചിക്കാഗോ പ്രസംഗം. സൂര്യരശ്മികൾ ജീവജാലങ്ങളിൽ ഉണർവും ഉന്മേഷവും നിറയ്ക്കുന്നത് പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം. ജ്വലിക്കുന്ന സൂര്യനായി ചിക്കാഗോയിലെ ജനമനസ്സുകളിൽ അദ്ദേഹം നിറഞ്ഞു നിന്നിരുന്നു. ഇപ്പോഴും നാനാത്വത്തിലെ ഏകത്വം എന്ന അർപ്പിത ഭാവമാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിലും ജീവിതത്തിലും പ്രകടമായത്. ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും വേഷം കൊണ്ടും ഭാഷ കൊണ്ടും മനുഷ്യർ പലതായി ജീവിക്കുന്നു. എങ്കിലും അവരെല്ലാം മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു ഭാവമാണ് സാഹോദര്യം എന്നുള്ള സന്ദേശം. അതാണ് അദ്ദേഹം ഭാരത ജനതയ്ക്കും ലോകത്തിനു മുമ്പിലും സമർപ്പിച്ചത്. കർമ്മനിരതമായ ഒരു ഭാരതത്തെയാണ് അദ്ദേഹം വിഭാവന ചെയ്തത്, പടുത്തി ഉയർത്തിയതും.
ഉത്തിഷ്ഠത ജാഗ്രത, പ്രാപ്യവരാൻ നിബോധത എന്നത് വിവേകാനന്ദൻ്റെ ആപ്തവാക്യങ്ങളിൽ ഒന്ന് തന്നെയാണ്. ഈ ഒന്ന് മാത്രം മതി ഏവരിലും കർമ്മവീര്യം ഉണർത്തുവാൻ. ഇതിൽ നിന്നും സ്വാമി വിവേകാനന്ദൻ എത്രയും മഹത്വമുള്ള വ്യക്തിയാണ് എന്ന് ഏവർക്കും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. സ്വാമി വിവേകാനന്ദ കി ജയ്. ജയ് ഹിന്ദ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.